ഹോങ്ങിയെ ബിങ്ഷുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൻ്റെ കൈവശമുണ്ടായിരുന്ന വാൾ അവന് സിഗ്നൽ നൽകുന്നു. ബിങ്ഷു ഹോങ്ങിയെ ആദ്യമായിട്ടാണല്ലോ നേരിട്ട് കാണുന്നത്. അപ്പോൾ നീയാണ് ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഡീമൻ കിങ് അല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. രണ്ടുപേരും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഷാവോ വന്ന് ഇവർക്കിടയിൽ കയറുന്നുണ്ട്. അവൾ ഹോങ്ങിയുടെ മുന്നിൽ വന്ന് നിന്നതിനാൽ ബിങ്ഷുവിന് തൻ്റെ വാൾ പിൻവലിക്കേണ്ടി വരുന്നുണ്ട്. അവളിങ്ങനെ ഡീമൻസിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ബിങ്ഷു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് അവൻ അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇവർ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നിട്ട് ഇവിടെ ഒരു കൂട്ടക്കൊല തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൽ ഒരുപാട് മൈനർ ഡീമൻസ് ഉണ്ട്. അവരൊക്കെ മനുഷ്യരൂപം സ്വീകരിച്ചിട്ട് അധിക സമയം ആയിട്ട് പോലുമില്ല. നമ്മൾ മനുഷ്യരുടെ ഇടയിൽ ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ. അങ്ങനെയുള്ളവരെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുക എന്നൊക്കെ ഷാവോ അവനെ ചോദ്യം ചെയ്യുന്നു. അവൻ തൻ്റെ വാൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് വാൾ അതിന് തയ്യാറാവാതെ പിന്മാറുന്നുണ്ട്. അതും ബിങ്ഷുവിനെ അത്ഭുതപ്പെടുത്തുന്നു. ഇവളിങ്ങനെ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കേട്ട് ഹോങ്ങിയെയും കുറിച്ച് അത്ഭുതത്തോടെ തന്നെയാണ് അവളെ നോക്കിക്കൊണ്ട് നിന്നിരുന്നത്. നിനക്ക് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി കുറേ അധികം ഡീമൻസ് ഇപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ക്രെഡിറ്റും വാങ്ങി തൽക്കാലം തിരികെ പോവാൻ ഷാവോ ബിങ്ഷുവിനോട് പറയുന്നു. അപ്പോൾ അവൾ താങ്കൾക്കൊപ്പം തിരികെ വരുന്നില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാതെ അവൾ തല ഒഴിച്ച് നിന്നതേ ഉള്ളൂ. അവളിപ്പോൾ ഡീമൻസിൽ ഒരാളായി കഴിഞ്ഞു. ഇനി അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഒട്ടും സേഫ്റ്റി അല്ല. അവൾക്ക് പറ്റിയ ഇടം ഇതാണ് എന്ന് ഹോങ്ങി അപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ബിങ്ഷു ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. ഈ സമയത്ത് ഹോങ്ങി അവൻ്റെ അടുത്തേക്ക് നിന്നിട്ട് അവനെ തിരികെ മനുഷ്യരുടെ ഇടയിലേക്ക് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. നല്ല ഫോഴ്സിലാണ് ആ ഡീമൻസിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ബിങ്ഷു തിരികെ പോയത്. സർവൈവ് ചെയ്ത മൈനർ ഡീമൻസിനെ എല്ലാം കൂടി അവിടെയുള്ളൊരു ഗുഹയിലാക്കിയിരുന്നല്ലോ. ഇപ്പോൾ ഹോങ്ങിയെയും അവിടെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫൈറ്റിനിടയിൽ അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഷാമിങ്ങിനെ കുറിച്ച് ടെൻഷനാക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹോങ്ങിയെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മൈനർ ഡീമൻസിൻ്റെ ഇടയിൽ നിന്ന് ബാംബു ഷാവോയെ ഒരു സ്പൈ ആണ് എന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അവളാണല്ലോ ഇപ്പോൾ ഈ മനുഷ്യർ തങ്ങളുടെ ഇടയിലേക്ക് വന്ന് എത്തിപ്പെടാനുള്ള കാരണം. അവളുടെ കാലിൽ മാത്രമാണല്ലോ ആ ഫ്ലൂറൈറ്റ് പൗഡർ പറ്റിയത്. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം അത് അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് എന്ന് ബാംബു ആരോപിക്കുന്നു. അങ്ങനെ അല്ല എന്ന് ദാലിയും ലൗലോയും കൂടി ഷാവോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാദിക്കുന്നുണ്ട്. ഏവവും വുഹാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരിത് കണ്ട് രസിച്ചിരിക്കുകയാണ്. ഹോങ്ങി ആദ്യമൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷേ ഹേവ് കൂടി ഈ പ്രശ്നത്തിലേക്ക് ഇടപെട്ടപ്പോൾ ഹോങ്ങയും ഇരുന്നിടത്ത് എഴുന്നേറ്റ് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹേവ് പറയുന്നത് ഷാവോ താനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം അവൾ ഹോങ്ങയുടെ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ താനും ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്നാണോ ഹേവ് പറഞ്ഞു വരുന്നതെന്ന് ഹോങ്ങയെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, പക്ഷേ ഷാവോ നിരപരാധിയാണെങ്കിൽ അവളത് തെളിയിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഹേവ് വാദിക്കുന്നു. അതോടെ ഷാമിങ്ങിന് ഇടപെടേണ്ടി വരുന്നു. കാരണം അവിടെ എല്ലാവരും ഇപ്പോൾ രണ്ട് പാർട്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഷാവോയുടെ കൂടെ ആകെ ഉള്ളത് ദാലിയും ലൗലോയും മാത്രമാണ്. ബാക്കി എല്ലാവരും അവൾ സ്പൈ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. ഷാവോയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ ബിങ്ഷുവിൻ്റെ കൈവശമുള്ള ആ വാൾ കൈക്കലാക്കാൻ ഷാമിങ് നിർദ്ദേശിക്കുന്നു. ആ വാൾ ഇപ്പോഴാണ് അവരൊക്കെ നേരിട്ട് കാണുന്നത്. അതിനൊരു സോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിങ്ങനെ അവൻ്റെ കൈവശം ഇരുന്നാൽ തങ്ങൾക്ക് എന്നും അതൊരു ഭീഷണിയായിരിക്കും. അതുകൊണ്ട് അത് നശിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഷാവോയ്ക്ക് ആ വാൾ തട്ടിയെടുത്ത് തങ്ങളുടെ അടുത്ത് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവൾ മനുഷ്യരുടെ സ്പൈ അല്ല എന്നുറപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ടാസ്ക് ഷാമിങ് നിർദ്ദേശിക്കുന്നു. താൻ ഈ ടാസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഷാവോ പറയുന്നുണ്ട്. ദാലിയും ലൗലോയും അവൾക്കൊപ്പം ചെല്ലാൻ തയ്യാറാവുന്നു. അവൾ നിരപരാധിയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരും കൂടെ പോകാൻ തയ്യാറാവുകയാണ്. ഹോങ്ങി ഇതെല്ലാം സമ്മതിക്കുന്നു. ബിങ്ഷു തിരികെ അവൻ്റെ സൈനികരുടെ അടുത്ത് എത്തുന്ന സമയത്ത് അവർ ആ ഡീമൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ബിങ്ഷുവിന് ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അവരോട് നിങ്ങൾ ഇതെന്ത് കാണിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ അസിസ്റ്റൻ്റ് വളരെ ബുദ്ധിപൂർവ്വമാണ് സംസാരിച്ചത്. ആദ്യമേ തന്നെ അവൻ ഈ വലിയ വിജയം നേടിയതിന് അവനെ അയാൾ അങ്ങ് പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ ബിങ്ഷുവിന് അതും ഇഷ്ടപ്പെടുന്നില്ല. ഇത് വിജയം എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഹോങ്ങിയെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇതിനെ വിക്ടറി എന്ന് വിളിക്കാൻ പറ്റും എന്നവൻ ചോദിക്കുന്നു. ഹോങ്ങിയെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേ ഡീമൻസിനൊക്കെ നശിപ്പിക്കാൻ സാധിച്ചില്ലേ, അതുകൊണ്ട് ഇതൊരു വിജയം തന്നെയാണ് എന്ന് അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരികെ പോകുന്ന കാര്യം അസിസ്റ്റൻ്റ് പറയുന്നു. പക്ഷേ ബിങ്ഷുവിന് ഇപ്പോൾ തിരികെ പോകാൻ ഉദ്ദേശമില്ല. ഇപ്പോൾ ഡീമൻസിന് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അവർ വളരെ വീക്കായിട്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ മുതലെടുത്ത് അവരെ ആക്രമിക്കാമെന്ന് ബിങ്ഷു സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അസിസ്റ്റൻ്റ് അതിനോട് യോജിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ ഡീമൻസിനെയും ഒരുമിച്ച് നശിപ്പിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ നശിപ്പിച്ചാൽ പിന്നെ ഫെയ്യു ഗാർഡ്സ് എന്ന നമ്മുടെ ആർമി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ആർമി രാജാവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡീമൻസിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുറച്ച് ഡീമൻസൊക്കെ ബാക്കി നിൽക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. എല്ലാ ഡീമൻസിനെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫെയ്യു ഗാർഡ്സിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അയാൾ പറയുന്നു. അയാൾ സ്വന്തം നിലനിൽപ്പ് കൂടി നോക്കി വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ബിങ്ഷു അപ്പോഴും കൺവിൻസ് ആവാതെ വീണ്ടും മുന്നോട്ട് തന്നെ പോകാൻ തുടങ്ങുന്നു. അവന് ഡീമൻസുമായിട്ട് മറ്റെന്തോ പകയുണ്ട് എന്നുള്ള കാര്യം ഈ അസിസ്റ്റൻറ്റിനും അറിയാം. അതുകൊണ്ട് അയാൾ വീണ്ടും മുന്നോട്ട് ചെന്നിട്ട് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വന്ന സൈനികർക്കെല്ലാം വേറെ കുടുംബങ്ങളുള്ളതാണ്. അതുകൊണ്ട് അവരെ ഓർത്തെങ്കിലും തൽക്കാലം പിന്മാറണം എന്നൊക്കെ അയാൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ
ബിങ്ഷുവിന് തൽക്കാലം പിന്തിരിയേണ്ടി വരുന്നു. ഷാവോ ഈ സമയം ബിങ്ഷുവിന്റെ വാൾ കൈക്കലാക്കുന്നതിന് വേണ്ടി പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഹോങ്ങെ കരുതിയത് മുമ്പത്തെ പോലെ അവൾ ഈ ചാൻസ് മുതലെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പുറപ്പാടാണ് എന്നാണ്. അതുകൊണ്ടാണ് നേരത്തെ പോയി കൊള്ളാൻ അവൻ സമ്മതിച്ചത്. ഇപ്പോൾ അവളെ യാത്രയാക്കാൻ വന്നപ്പോൾ ഈ അവസരം മുതലെടുത്ത് അവൾ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി താമസിച്ചോളാൻ അവൻ പെർമിഷൻ നൽകുകയും ചെയ്യുന്നു. പക്ഷെ തൻ്റെ ഉദ്ദേശം അതല്ല. ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങൾ എൻ്റെ മേൽ ആരോപിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായത്. ഞാൻ ഉറപ്പായിട്ടും ആ വാളുമായിട്ട് തന്നെ തിരികെ വരും എന്ന് പറഞ്ഞിട്ട് ഷാവോട് നിന്ന് പോകുന്നു. ഹോങ്ങി അവളെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും അപകടം വന്നാൽ തന്നെ അവൻ നൽകിയ ജെയ്ഡ് കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് സുരക്ഷിതമായി തിരിച്ചെത്താമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവൾ ദാലിക്കും ലവ്ലോയ്ക്കും ഒപ്പം പുറപ്പെട്ടത്. ഹോങ്ങിയെ ഷാമിങ്ങിനെ കൂടെ അവർക്കൊപ്പം വിടുന്നുണ്ട്. കുറച്ചു ദൂരം അവരെ സേഫായിക്കൊണ്ട് വിടുകയാണ് അവൻ്റെ ഡ്യൂട്ടി. മാത്രമല്ല മനുഷ്യരുടെ ഇടയിൽ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സേവിങ് മാജിക് കൂടി അവരെ പഠിപ്പിക്കാൻ ഹോങ്ങയെ അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്ത് മാജിക്കാണ് പഠിക്കേണ്ടതെന്ന് അവർ ആവശ്യപ്പെട്ടോളാൻ അവൻ പറയുന്നു. ഒരു ടെക്നിക്ക് മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്ന് അവർ ചോദിച്ചപ്പോൾ അത് തന്നെ പഠിക്കാൻ നിങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഷാമിങ് പറയുന്നു. മേഘങ്ങളിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് പഠിക്കാൻ പറ്റുമോ എന്ന് ലവ്ലോ ചോദിച്ചത്. പക്ഷെ അവൻ്റെ വെയിറ്റ് വെച്ചിട്ട് ആ ടെക്നിക്ക് പഠിച്ചാൽ അവനെ താങ്ങാൻ പറ്റുന്ന മേഘങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് ഷാമിങ് പറഞ്ഞതോടെ ആ ഐഡിയ പിൻവലിക്കുന്നു. അപ്പോഴാണ് അദൃശ്യരായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ടെക്നിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ദാലി ചോദിച്ചത്. അത് പഠിക്കണമെങ്കിൽ മിനിമം 60 വർഷമെങ്കിലും അവർക്ക് വേണ്ടി വന്നേക്കുമെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് ആ ഐഡിയയും അവർ ഉപേക്ഷിക്കുന്നു. അപ്പോഴാണ് ഇലകളെ സിൽവറാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് എന്ന് താൻ കേട്ടിട്ടുണ്ട്, അത് പഠിക്കാൻ പറ്റുമോ എന്ന് ഷാവോ ചോദിച്ചത്. അതത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരെണ്ണമാണ്, അത് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുമെന്ന് ഷാമിങ് പറയുന്നു. അങ്ങനെ അത് പഠിപ്പിച്ചാൽ മതിയെന്ന് ഷാവോ പറയുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന് എങ്ങനെയാണെന്ന് കൂടെയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ മനുഷ്യരുടെ ഇടയിൽ സിൽവറിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്, അതുകൊണ്ട് അത് തന്നെ മതിയെന്ന് ഷാവോ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ ഷാമിങ് അവർക്ക് ആ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഷാമിങ് പോയ ശേഷം മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ അത് വർക്കാവുമോ എന്ന് ഷാവോ അപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു ഇലയെടുത്ത് അവൾ സിൽവറാക്കി മാറ്റുന്നു. വർക്കായപ്പോഴേക്കും 3 പേര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. ഇതുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കും എന്നൊക്കെ മറ്റു 2 പേരോട് പറഞ്ഞുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോയത്. അവർ സിറ്റി ഗേറ്റിനടുത്തെത്തിയപ്പോൾ തന്നെ അവർക്ക് ആദ്യത്തെ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഡീമൺസ് സിറ്റിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മന്ത്രവാദിയെ നിർത്തിയിട്ട് ഒരു ഹോളി വാട്ടർ കൊണ്ട് വരുന്നവരെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഡീമൺസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇവർക്ക് അതിലൂടെ കടന്ന് അകത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ തന്നെ ലവ്ലോ വിറയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഷാവോ അവർക്ക് കോൺഫിഡൻസ് നൽകിയിട്ട് അവരെയും കൂട്ടി ഈ ചെക്കിംഗ് നടക്കുന്ന വഴിയിലൂടെ പോവാതെ നേരെയുള്ള വഴിയുടെ അടുത്ത് നിന്ന് കാവൽക്കാർക്ക് അവരുടെ കൈവശമുണ്ടായിരുന്ന ആ സിൽവർ കൊടുത്തിട്ട് താൻ അവിടുത്തെ ന്യായാധിപൻ്റെ റിലേറ്റീവാണ്, ഒരു അത്യാവശ്യത്തിനായി എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലെത്തണം, അതുകൊണ്ട് അകത്തേക്ക് കടത്തി വേണമെന്ന് പറയുന്നു. കാവൽക്കാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്ന അയാളുടെ തലവനെ നോക്കുന്നു. പക്ഷെ തലവനെ ഇവളി പറഞ്ഞത് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് ന്യായാധിപൻ്റെ വീട് എവിടെയാണ്, റിലേറ്റീവ്സ് ആരൊക്കെയാണെന്നൊക്കെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അയാൾ ചോദിക്കുന്നു. ഷാവോ അതിന് അപ്പോൾ വായിൽ തോന്നിയ കുറേ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കള്ളമാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് പോയി ചെക്കിങ്ങിന് നിൽക്കാനും അയാൾ ആവശ്യപ്പെടുന്നു. ഈ തന്ത്രം വിജയിക്കാതെ വന്നപ്പോൾ ദാലിയും ലവ്ലോയും ശരിക്കും നിരാശരാകുന്നുണ്ട്. മറ്റേതെങ്കിലും ടെക്നിക്ക് പഠിച്ചാൽ മതിയായിരുന്നുവെന്നും അവർ വിഷമത്തോടെ പറയുന്നു. ഷാവോ അപ്പോഴും നല്ല കോൺഫിഡൻസിലാണ്. അവൾ കുറേ സിൽവർ കയ്യിലുണ്ടായിരുന്നത് അവിടേക്ക് വാരി എറിഞ്ഞിട്ട് അപ്പോൾ കണ്ടതുപോലെ അത് പെറുക്കിയെടുക്കാൻ തുടങ്ങുന്നു. അത് കണ്ടതോടെ അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അത് വാരിയെടുക്കാനായി അങ്ങോട്ടേക്ക് ഓടി വരുന്നു. കാവൽക്കാരും അതിനുവേണ്ടി ഓടിയെത്തുന്നുണ്ട്. ഈ തക്കത്തിന് അവർ സിറ്റിക്കുള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ദാലിയും ലവ്ലോയും ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റിലുണ്ടായിരുന്ന സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ ഷാവോ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഷോപ്പിലേക്ക് പോയിട്ട് വില കൂടിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി ധരിക്കുന്നു. ക്യാഷ് ആവശ്യത്തിനുള്ളത് കൊണ്ട് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവുന്നില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷാവോ അവരെ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആദ്യം അവൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസൊക്കെ പന്നി ഇറച്ചുകൊണ്ടുള്ളതായിരുന്നു. അപ്പോഴാണ് ലവ്ലോ കൂടെയുള്ള ആരെയും അവൾക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അതൊഴികെയുള്ള ബാക്കി ആ റെസ്റ്റോറൻറ്റിലുള്ള ഡിഷസ് എല്ലാം തങ്ങൾക്ക് കൊണ്ടുതരാൻ ആവശ്യപ്പെടുന്നുണ്ട്. 100-ൽ കൂടുതൽ ഐറ്റംസ് അവിടെ ഉണ്ട് എന്ന് വെയിറ്റർ പറഞ്ഞപ്പോൾ അത് സാരമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ട്രീറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ടുള്ള എല്ലാം എടുത്തോളാൻ ഷാവോ പറയുന്നുണ്ട്. അങ്ങനെ അവർ കുശാലായിട്ട് ഫുഡൊക്കെ അടിക്കുന്നു. ലവ്ലോയ്ക്ക് അല്ലെങ്കിലും ഫുഡ് ഒരു വീക്ക്നെസ് ആണ്. ഇങ്ങനെ ഇത്രയധികം ഫുഡ് ഐറ്റംസ് കണ്ടപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ അതെല്ലാം തിന്നു തീർക്കാൻ തുടങ്ങുന്നു. അവനിങ്ങനെ സന്തോഷം വരുമ്പോഴൊക്കെ അവൻ്റെ ആ മൂക്ക് അറിയാതെ പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ദാലി അവനെ വഴക്ക് പറയുന്നുണ്ട്, കൺട്രോൾ ചെയ്ത് കഴിക്കാനും പറയുന്നു. ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഡീമൺ ഹണ്ടേഴ്സ് ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ അവർ തങ്ങളെ തിരിച്ചറിയുമോ എന്ന് ദാലിയും ലവ്ലോയും പേടിക്കുന്നുണ്ട്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ മൈനർ ഡീമൺസ് ആയതുകൊണ്ട് അവർക്ക് നമ്മളെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാവോർക്ക് ധൈര്യം നൽകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വേറെ കുറേ ശിഷ്യന്മാർ അങ്ങോട്ടേക്ക് വന്നത്. അവരാണെങ്കിൽ ഭയങ്കര ബോസി എക്സ്പ്രഷനോടെ അവിടെയൊക്കെ ചുറ്റും വാച്ച് ചെയ്തിട്ട് ടേബിളിലൊക്കെ വന്ന് പൊടി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. അവർക്ക് അവിടുത്തെ ആ സിറ്റുവേഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ ഒരു വെയിറ്ററോട് പ്രൈവറ്റ് റൂം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ പ്രൈവറ്റ് റൂമുകളെല്ലാം ഓൾറെഡി ബുക്കിംഗ് ആണെന്ന് അയാൾ അറിയിക്കുന്നുണ്ട്. അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ്
കുറച്ച് സിൽവർ അവർക്ക് നൽകിയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് റൂം തങ്ങൾക്കായി ഒഴിച്ചു തരാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. കാശ് കൊടുത്താൽ എന്ത് നടക്കുമല്ലോ. അതുകൊണ്ട് അവർക്ക് പ്രൈവറ്റ് റൂം കിട്ടുന്നു. മുകളിലാണ് പ്രൈവറ്റ് റൂം ഉള്ളത്. അവരുടെ കുറേ ശിഷ്യന്മാർ മുകളിലൊക്കെ പോയി 2 സൈഡിലും കാവൽക്കാരെ പോലെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ മാസ്റ്റർ അങ്ങോട്ടേക്ക് വന്നത്. ജിൻ മൂഷിങ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ വൈഫും മകളും പിന്നാലെ വരുന്നുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് അത്ര പോരാ, വേറെ എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് അന്വേഷിക്കണോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് നൂഡിൽസ് കഴിച്ചാൽ മതി, ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും അയാളുടെ വൈഫും മകളും പിന്നാലെ എത്തുന്നുണ്ട്. മകൾക്ക് കാഴ്ചയില്ല. അവളുടെ കയ്യിൽ അവൾ ഓമനിച്ച് വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടിയുമുണ്ട്. ആ കുട്ടിയെ അമ്മ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. ഷാവോ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നേരത്തെ വന്ന ഡീമൻ ഹണ്ടേഴ്സ് ഇവരെക്കുറിച്ച് പറയുന്നതും ഇവൾ കേൾക്കാനിടയാവുന്നു. അങ്ങനെ അവൾ തൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇരിപ്പുണ്ടായിരുന്നവർ പറഞ്ഞിരുന്നതിൽ നിന്ന് ഇത് ഷിൻഹു എന്ന സെക്റ്റിലുള്ളവരാണ് എന്ന് അവൾക്ക് അറിയാൻ പറ്റിയിരുന്നു. ആ ബുക്കിൽ ആ സെക്റ്റിനെ പറ്റിയാണ് അവൾ തിരഞ്ഞത്. അങ്ങനെ അത് നമ്പർ 1 ആയിട്ടുള്ള ഡീമൻ ഹണ്ടിങ് സെക്റ്റാണ് എന്നും വളരെ പവർഫുൾ ആണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടെ ഇനി അവിടെ അധിക സമയം ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് അവർ 3 പേരും വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. രാത്രി എവിടെയോ റൂം എടുത്ത് അവർ തങ്ങുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഷാവോ അവരോട് ചോദിക്കുന്നു. ഡാലിക്കും ലവ്ലോയ്ക്കും അവിടെ ശരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ലവ്ലോയ്ക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കാരണം ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാമല്ലോ. അവനാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ അവിടെ കിടക്കുകയാണ്. ഇവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ അവിടെയുള്ള മൈനർ ഡീമൻസിനെയൊക്കെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിച്ചാൽ അവർക്കും ഇവിടെ ഇഷ്ടമാവും, പിന്നെ അവർ ഇവിടെ വിട്ട് പോവില്ല എന്നൊക്കെ ഷാവോ പ്രതീക്ഷയോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഹോങ്ങെ നൽകിയ ആ ജെയ്ഡ് ലോക്കറ്റ് അവൾ എടുത്ത് നോക്കുന്നു. ഹോങ്ങെ ഈ സമയത്തും റിക്കവർ ആവാൻ വേണ്ടി കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്ത് തന്നെ ഷാമിങ് ഉണ്ട്. ഈ ഷാമിങ്ങിനെയും ഷാമുവിനെയും തമ്മിൽ എനിക്ക് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ ഓരോ തവണ ഇങ്ങനെ ഐഡൻറ്റിറ്റി മാറുമ്പോഴും അതങ്ങനെ പ്രത്യേകം പറയുന്നൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും ഹോങ്ങയുടെ മുന്നിലിരിക്കുന്നത് ഷാമിങ് ആണ്. കാരണം ഇങ്ങനെ കളിച്ച് ചിരിച്ച് നിൽക്കുന്ന സ്വഭാവം അവൻ്റേതാണ്. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള ടൈമിൽ നിൽക്കുന്നത് ഷാമുവാണ്. നേരത്തെ ഷാമുവൊക്കെ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഷാമുവാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഷാമിങ് ഹോങ്ങയോട് അവന് ഷാമുവെ മിസ് ചെയ്യുന്നുണ്ടോ, അവൻ്റെ മനസ്സ് അവൾ പോയ വഴിക്കാണോ എന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോങ്ങെ ശരിക്കും ഷാവയെക്കുറിച്ചുള്ള ചിന്തകളിലാണെങ്കിലും അവനത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഷാമിങ്ങിനെ വഴക്ക് പറയുന്നു. അവന് അവളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും കൂടി അങ്ങോട്ടേക്ക് വരാൻ, നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോവാം എന്നൊക്കെ ഷാമിങ് പറയുന്നുണ്ട്. അപ്പോഴും അവിടെ നിന്ന് പോവാൻ ഹോങ്ങെ അവനോട് പറയുന്നു. അങ്ങനെ ഷാമിങ് ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും ഹോങ്ങെ അപ്രത്യക്ഷമാവുന്നുണ്ട്. ഷാവോയുടെ അടുത്തേക്കായിരുന്നു അവൻ പോയത്. അവൾ ആ ജെയ്ഡ് പെൻഡന്റ് ഉപയോഗിച്ച് അവനെ വിളിച്ചു വരുത്തിയതായിരുന്നു. അവൾ എന്തോ അപകടത്തിലാണെന്ന് കരുതി ആകെ വെപ്രാളപ്പെട്ടായിരുന്നു അവൻ വന്നത്. പക്ഷെ അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് അവന് മനസ്സിലാവുന്നു. അപകടം എന്തെങ്കിലും ഉള്ളപ്പോഴല്ലേ എന്നെ വിളിക്കാവുള്ളൂ എന്നല്ലേ നിന്നോട് പറഞ്ഞിരുന്നത്, പിന്നെ എന്തിനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് അവൻ ചോദിച്ചപ്പോൾ, ഇപ്പോൾ ശരിക്കും അപകടം ഉണ്ടായിട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് ഫുഡ് കഴിച്ചു, എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ ഞാൻ തട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് സമയം അങ്ങേക്കിപ്പോൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെന്ന് ഷാവോ പറയുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നുണ്ട്. അവൾ ശരിക്കും അവിടെയുള്ള സ്ട്രീറ്റിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് നേരത്തെ ലവ്ലുവിനും ഡാലിക്കുമൊക്കെ വാങ്ങിക്കൊടുത്തതുപോലെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അവനും വാങ്ങി നൽകുന്നു. അത് ടേസ്റ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഹോങ്ങയ്ക്ക് ഓർമ്മ വന്നത് നിങ്ങാനൊപ്പം ഇതേപോലെ സ്ട്രീറ്റിലൂടെ നടന്നതും ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിച്ചതുമൊക്കെയാണ്. അതുകൊണ്ട് അവൻ കുറച്ച് സെൻറ്റി ആവുന്നുണ്ട്. പക്ഷെ ഷാവോയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. അവൾ പിന്നെയും മുന്നിൽ കണ്ട കടകളിലൊക്കെ അവനെ കൊണ്ടുപോയിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കുറച്ച് മുഖംമൂടികൾ വിൽക്കുന്ന കടയിൽ ചെന്ന് അത് അവനും വെച്ച് കൊടുക്കുന്നു. അവളും ട്രൈ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം ഒരു ചെറിയ ഷോപ്പിൽ ചെന്നിരുന്ന് എന്താ സൂപ്പ് വാങ്ങി കുടിക്കുന്നുണ്ട്. അവൻ അത് കുടിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ തന്നെ സ്പൂണിൽ അവന് കോരി കൊടുക്കുന്നു. എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അവനൊന്നും പറയാതിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുപ്പി കളഞ്ഞോളാനും പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ അവന് വീണ്ടും ഇങ്ങനെ ഓർമ്മ വരുന്നു. അവളും ഇതേപോലെ മുമ്പ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാവോ അതൊന്നും അറിയാതെ വീണ്ടും അവനോട് സൂപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവനെ കൊണ്ടുവരുന്ന ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇവന് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ നേരത്തെ അവൾ ആഗ്രഹിച്ചതുപോലെ മനുഷ്യരോട് അങ്ങനെയുള്ള വെറുപ്പൊക്കെ കുറയുമല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യരോട് ഫൈറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ അവൻ തയ്യാറാവുമല്ലോ. അതിനെപ്പറ്റി അവൾ പറയുന്നുണ്ട്. പക്ഷേ ചില പകയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അതേപോലെ ചില ഫീലിങ്സ് അത്ര പെട്ടെന്ന് വിട്ടുകളയാനും പറ്റില്ല എന്നാണ് അവൻ അതിന് മറുപടി നൽകിയത്. ഈ സമയത്താണ് കുറച്ച് ഫെയ്യു ഗാർഡ്സ് അതുവഴി വന്നിട്ട് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഇവർ കണ്ടത്. ഷാവോയ്ക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. അവൾ നേരത്തെ വാങ്ങിയ മുഖംമൂടിയും ധരിച്ചുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് നിന്ന് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അവരാണെങ്കിൽ തങ്ങൾ കുറേ ഡീമൻസിനെ ഇപ്പോൾ കൊന്നു, അതുകൊണ്ട് ഇനി തങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന മട്ടിൽ അഹങ്കാരത്തോടെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാവോയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് തോൽപ്പിക്കാൻ പറഞ്ഞ് അവൾ അവരെ വെല്ലുവിളിക്കുന്നു. എന്നിട്ട് അവൾക്ക് ആകെ അറിയാവുന്ന ആ ഫയർ ടെക്നിക്ക് അവർക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒഴിഞ്ഞു മാറുന്നതിനാൽ അത് മിസ്സാവുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി അവളെ കളിയാക്കാനും തുടങ്ങുന്നു. ഈ സമയത്ത് ഹോങ്ങെ അവൾക്ക് കുറച്ച് പുറയിലായി വന്നു നിന്നിട്ട് അവർ കാണാത്ത രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ നിൽക്കുന്നതിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ അരുവിയിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കുന്നു. അത് കണ്ടപ്പോൾ ഇവർക്ക് ചെറിയൊരു പേടി ഉണ്ടാകുന്നുണ്ട്. അവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയതോടെ ഷാവോ ആകെ ത്രില്ലടിക്കുന്നു. അവൾ
കുറേ വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അവസാനം മാജിക്ക് ഉപയോഗിക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നു. പക്ഷേ ഈ സമയത്ത് അബദ്ധത്തിൽ അവളുടെ കൈ തട്ടി ആ മുഖം മൂടി ഊരിപ്പോകുന്നുണ്ട്. എന്തായാലും അവർ മുഖം കാണാതെ അവൾ മറുവശത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഡയലോഗ് പിന്നെയും പറയുന്നു. എന്നിട്ട് അവസാനം മിന്നൽ വരട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹോങ്ങെ അവൾ ആക്ഷൻ കാണിച്ച് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് മിന്നൽ വരുത്തിക്കുന്നു. അതോടെ ഈ ഫെയ്യു ഗഡ്സ് ശരിക്കും പേടിക്കുന്നുണ്ട്. കാര്യങ്ങളിങ്ങനെ ഉഷാറായതോടെ ഷാവോയ്ക്കും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആവുന്നു. അവൾ വീണ്ടും അതേപോലെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് തീ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതിന് ഹോങ്ങെ ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും അവൾ 2-3 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ അടുത്തുണ്ടായിരുന്ന കുറേ വിളക്കുകൾക്ക് തീ കൊടുക്കുന്നു. ഷാവോ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു തീപിടുത്തം അവൾ ഉണ്ടായത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അണയ്ക്കുന്നതിന് വേണ്ടി അവൾക്ക് പെട്ടെന്ന് കാറ്റ് വരുത്തട്ടെ എന്നാണ് മനസ്സിൽ തോന്നിയത്. അവനോട് കാറ്റ് വരുത്തിക്കാൻ പറയുന്നു. അങ്ങനെ അവൻ കാറ്റ് വീശിക്കാൻ തുടങ്ങുന്നു. ഇത്രയും ആയപ്പോഴേക്കും ഫെയ്യു ഗാർഡ്സ് എല്ലാം പേടിച്ചോടുന്നുണ്ട്. പക്ഷെ കാറ്റടിച്ചതോടുകൂടി ആ തീ ആൾ പടരാൻ തുടങ്ങുന്നു. ഷാവോയ്ക്കാണെങ്കിൽ കറക്റ്റ് സമയത്ത് വേണ്ടതുപോലെ ബുദ്ധി വർക്കാവുന്നതുമില്ല. അവളൊരു മന്ദബുദ്ധിയെ പോലെ ഇത് കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഹോങ്ങെ പിന്നെ ആ അടുത്തുണ്ടായിരുന്ന അരുവിയിൽ നിന്ന് കുറേ വെള്ളം ചീറ്റിച്ച് ആ തീയൊക്കെ അണയ്ക്കുന്നു. അതിനുശേഷം അവളോട് ദേഷ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിനക്ക് കോമൺ സെൻസ് ഇല്ലേ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് വെപ്രാളത്തിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് അവൾ സോറി പറയുന്നുണ്ട്. നീ കഴിഞ്ഞ ദിവസം ഡീമൻസിനും മനുഷ്യനും ഇടയിലുണ്ടായ ഫൈറ്റിൽ ഒരു കാര്യവുമില്ലാതെ പെട്ടുപോയതുകൊണ്ട് നിന്നോട് സഹതാപം തോന്നിയതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്ന് കരുതി നീ അത് മുതലെടുക്കരുതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ വഴക്ക് പറയുന്നു. പക്ഷെ അതുകൊണ്ടല്ല അവൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, മറിച്ച് താൻ കാണാൻ നിങ്ങാനെ പോലെ ഇരിക്കുന്നത് കൊണ്ടല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖഭാവം കണ്ട് ഇല്ല ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ആ വിഷയം മാറ്റുന്നുണ്ട്. മാത്രമല്ല വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ഡ്രസ്സിലേക്ക് നോക്കിയിട്ട് അത് ആകെ അഴുക്കായിരിക്കുന്നു, അവന് വേറെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെയുള്ള ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് ഡീമനിക് ആർട്സ് പഠിച്ച് അതിൻ്റെ ഐഡൻറ്റിറ്റി കൺസിൽ ചെയ്യാൻ പഠിക്കുന്ന ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഷാവോയ്ക്ക് അവനെ പിടിച്ചു നിർത്താൻ വേറെ വഴിയില്ലാഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് കരയുന്നത് പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതോടെ വഴിയെ പോകുന്നവരൊക്കെ അവനെ മോശം രീതിയിൽ നോക്കി കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ നാണക്കേട് കാരണം അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. താൻ ചെയ്തു പോയ തെറ്റിനൊക്കെ ഷാമു അവിടെ നിന്ന് സോറി പറയുകയാണ്. അവനിങ്ങനെ ദേഷ്യപ്പെട്ടത് കാരണം അവന് നല്ലൊരു ഡ്രസ്സ് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഈ പദം പറയുന്ന കൂട്ടത്തിൽ അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹോങ്ങയ്ക്ക് ചിരി വരുന്നു. അങ്ങനെ അവൻ അവളെ പിടിച്ചുകൊണ്ട് ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ഡ്രസ്സിൻ്റെ മെഷർമെൻ്റ് എടുത്തത് ഷാമു തന്നെ ആയിരുന്നു. അവൾ ഈ സമയത്ത് വളരെ ക്ലോസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് വന്നപ്പോഴൊക്കെ ഹോങ്ങയ്ക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാമു അതൊന്നും കാര്യമാക്കാതെ അളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം കാലിൻ്റെ ഭാഗത്ത് അളവെടുക്കാൻ വന്നപ്പോൾ ഇത്രയും മതി എന്ന് പറഞ്ഞ് അവൻ തടയുന്നുണ്ട്. അവളും തൽക്കാലം മതിയാക്കുന്നു. പിന്നെ അവിടെ നടന്നത് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുള്ള ആ ഒരു ഷോ ഉണ്ടല്ലോ, അതാണ്. അവൻ പല പല ഡ്രസ്സുകൾ മാറി മാറി ട്രൈ ചെയ്യുന്നു. ഷാവുയ്ക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. 3-4 ഡ്രസ്സ് മാറി മാറി ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നു. താനിപ്പോൾ ധരിച്ചിരിക്കുന്നതിന് ഇത് നല്ല മാച്ചാവുമെന്ന് പറഞ്ഞ് അത് മതിയെന്ന് അവൾ ഓക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ആ മലമുകളിൽ ഒറ്റയ്ക്കിരുന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ, ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ അവൾ അവനോട് ചോദിക്കുന്നു. നീ ഇങ്ങനെ എത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനുഷ്യരും ഡീമൻസും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇനി ഡീമൻസ് അതിന് തയ്യാറായി കഴിഞ്ഞാൽ തന്നെയും മനുഷ്യർ അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മനുഷ്യരാണ് ഞങ്ങളെ വിടാൻ തയ്യാറാവാത്തത്. ഇപ്പോൾ തന്നെ ഫെയ്യു ഗാർഡ്സ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതുകൊണ്ട് തന്നെ അവിടുത്തെ സിറ്റുവേഷൻ ഒന്നുകൂടി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ വെറുതെ ഇതിനു വേണ്ടി സമയം കളയണ്ട, നിൻ്റെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്ക്. അതേപോലെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നെ സമൻ ചെയ്യരുത്. ഭാവിയിൽ ഏറ്റവും കൂടുതൽ അപകടമാണ് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ എന്നെ വിളിച്ച് വരുത്താവൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. തിരികെ പോകുന്ന സമയത്ത് വഴിയിൽ ഒരാൾ ഡീമൻസിൻ്റെ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന താലിസ്മാൻ വിൽപ്പനയ്ക്ക് കൊണ്ട് നടക്കുന്നത് അവൻ കാണാനിടയാവുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആ വീടുകളുടെയും മറ്റ് ബിൽഡിങ്ങുകളുടെയും ഒക്കെ ജനാലകളിലെല്ലാം ഇങ്ങനെയുള്ള താലിസ്മാൻ ഒട്ടിച്ചിരിക്കുന്നതും അവൻ കാണുന്നു. ഇത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വന്നത് ഇനിയും മനുഷ്യരും ഡീമൻസും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഷാവോ ആരുടെ കൂടെ നിൽക്കുമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത ദിവസം അവിടുത്തെ ന്യായാധിപൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു പരാതി കിട്ടുന്നുണ്ട്. ഈ സമയത്ത് ബിങ്ഷുവും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കുന്നു. ആ പെൺകുട്ടി തലേദിവസം രാത്രി അവളുടെ അമ്മയ്ക്കൊപ്പം മുറ്റത്തിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അമ്മ എന്തോ ഒരു ആവശ്യത്തിനകത്തേക്ക് പോയിട്ട് തിരികെ വന്നപ്പോൾ മകളെ കാണാനുണ്ടായിരുന്നില്ല. ഈ ഒരു കേസ് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 5 പെൺകുട്ടികൾ മിസ്സിംഗ് ആയ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്ന ഒരാൾ ഈ സമയത്ത് അറിയിക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് ബിങ്ഷുവും അവൻ്റെ ആൾക്കാരും കൂടി പോയി പരിശോധിക്കുന്നു. പക്ഷെ അവർക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല. തലേദിവസം രാത്രി ഈ സംഭവം നടന്നത് 7 മണിക്കും 9 മണിക്കും ഇടയിലാണ് എന്ന് ബിങ്ഷു അറിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആ സമയം വരെ അവിടെ വെയിറ്റ് ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നുണ്ട്. ഷാവോ ഈ സമയം ഇലകൾ സിൽവറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദാലിയും ലവ്ലോയും കുറേ അധികം ഇലകൾ ഇതിന് വേണ്ടിയിട്ട് ശേഖരിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇവരിവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, ഇതുവരെ ഇങ്ങനെ ഫുഡ് കഴിച്ചും
മറ്റു കാര്യങ്ങൾ എൻജോയ് ചെയ്തുമൊക്കെ സമയം കളയുകയാണല്ലോ. ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് കടക്കാനുള്ള സമയമായി എന്ന് ഷാവോ പറയുന്നു. അവൾ തന്നെ അതിനൊരു പ്ലാനും പറയുന്നുണ്ട്. അവിടെയുള്ള പ്ലഷർ ഹൗസിലേക്ക് പോവുക. അവിടെ ആകുമ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. വാൾ തങ്ങളെ അന്വേഷിച്ച് തനിയെ അങ്ങോട്ട് വന്നോളും എന്ന് ഷാവോ പറയുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടി വേഷം മാറി ഈ പ്ലഷർ ഹൗസിലേക്ക് പോകുന്നു. ആൺവേഷത്തിലാണ് ഷാവോയും ദാലിയും ഇപ്പോൾ. അതിൻ്റെ നടത്തിപ്പുകാരി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അകത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന പെർഫോമൻസുകളൊക്കെ കാണാൻ പറ്റിയൊരു ഹൈറ്റുള്ള സ്ഥലത്ത് ഇരിക്കണമെന്ന് ദാലിക്ക് ഒരു ആഗ്രഹം തോന്നുന്നു. പക്ഷേ ആ സ്ഥലം ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തരാൻ പറ്റില്ല എന്ന് അതിൻ്റെ മാനേജർ പറയുന്നുണ്ട്. ദാലി കൈവശം ഉണ്ടായിരുന്ന സിൽവറൊക്കെ എടുത്ത് വെച്ചിട്ടൊന്നും അവർ വീഴാൻ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് ഷാവോ ലൗലോയുടെ കൈവശമുണ്ടായിരുന്ന ആ ബോക്സ് നിറയെയുള്ള സിൽവർ തുറന്ന് കാണിച്ചത്. അത് കണ്ടതോടെ പിന്നെ ഒരു തടസ്സമില്ലാതെ ആ സീറ്റ് അവർ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ലേഡീസിനൊക്കെ ഇവരുടെ മുന്നിൽ പെർഫോം ചെയ്യാനായി വിളിക്കുകയും ചെയ്യുന്നു. ഷാവോയും ദാലിയും ലൗലോയും എല്ലാം ഇവരുടെ സർവീസ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും റിലാക്സ് ആകുന്നുണ്ട്. ഇതിൻ്റെ ഓണർക്കും മറ്റൊരാൾക്കും ഷാവോയും ദാലിയും ഗേൾസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ സിൽവർ കിട്ടുമെങ്കിൽ അവർക്കതൊരു വിഷയമേ ആയിരുന്നില്ല. അതുകൊണ്ട് അവർ കണ്ണടച്ചതാണ്. അവർക്ക് വേണ്ടി സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ അന്ന് അവിടെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് വേറെ ഒരുപാട് ആളുകളും അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഷാവോ എഴുന്നേറ്റ് നിന്ന് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. തൻ്റെ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡീമൻസിൻ്റെ കുറച്ച് ഉപദ്രവമുണ്ട്. അതുകൊണ്ട് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഫെയ്യു ഗാർഡ്സിൻ്റെ തലവനായ ബിങ്ഷുവിൻ്റെ കൈവശമുള്ള വാൾ തനിക്കൊന്ന് വേണം. ഒരു ദിവസത്തേക്കൊന്ന് കടന്നു തന്നാൽ മതി. പക്ഷെ അതെങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരണം. അതിവിടെ എത്തിച്ചു തരാൻ പറ്റുന്നവർക്ക് പറ്റിയ പ്രതിഫലം നൽകാമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം അവളെ കളിയാക്കുന്നു. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അവർക്കെല്ലാം അറിയാം. അങ്ങനെ ഇവർ പുച്ഛിച്ചപ്പോൾ ഷാവോ ലൗലോയോട് അവൻ്റെ കയ്യിലുള്ള ബോക്സ് തുറന്ന് കാണിക്കാൻ പറയുന്നു. അവൻ്റെ കയ്യിലുള്ള സിൽവർ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും താല്പര്യത്തോടെ ചുറ്റും കൂടുന്നുണ്ട്. ഇതൊരു അഡ്വാൻസ് മാത്രമാണ്. ശരിക്കും ആ വാൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരു വണ്ടി നിറയെ സ്വർണം അവർക്ക് പ്രതിഫലമായി നൽകും. എൻ്റെ കുടുംബത്തിന് ധാരാളം പണമുണ്ട് എന്നൊക്കെ ഷാവോ തട്ടിവിടുന്നുണ്ട്. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എങ്ങനെയെങ്കിലും ആ വാൾ സംഘടിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോകുന്നു. ഇത് ശരിക്കും വർക്കാവുമോ എന്ന് ദാലി ഷാവോയോട് സംശയം ചോദിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും വലിയ ലോ പണമാണ്. അതുകൊണ്ട് ഇതെന്തായാലും വർക്കാവുമെന്ന് ഷാവോ ഉറപ്പ് കൊടുക്കുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലൗലോ മാത്രമേ ആണായിട്ടുള്ളൂ എന്ന് എൻ്റെ മാനേജർക്ക് നേരത്തെ മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയായപ്പോൾ അവനെ മാത്രം അവർ ഒരു മുറിയിൽ കൊണ്ട് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് മുറി പുറത്ത് നിന്ന് ലോക്കാക്കുകയും ചെയ്യുന്നു. ലൗലോ തിരിഞ്ഞപ്പോഴാണ് മുറിക്കുള്ളിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് അവൻ കാണുന്നത്. അവന് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് തന്നെ അവളെ കണ്ടതോടെ അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ആ പെൺകുട്ടി എന്നെ റീപ്ലേസ് ചെയ്യരുത്, എന്നെ റീപ്ലേസ് ചെയ്താൽ മാഡം ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. അങ്ങനെ അതിൻ്റെ കരച്ചിൽ കണ്ട് സഹതാപം തോന്നി അവൻ തൽക്കാലം അകത്ത് നിന്നിരിക്കുന്നു. ആ കുട്ടി ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് ഒക്കെ അവൾക്കെടുത്ത് കൊടുക്കുന്നു. അവൻ്റെ പോളിസി അനുസരിച്ച് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ആ കുട്ടി വിശന്നിരിക്കുകയായിരുന്നതുകൊണ്ട് സന്തോഷത്തോടെ അത് വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ അവർ പതുക്കെ പരിചയപ്പെടുന്നു. അങ്ങനെ അവർ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ദാലി ഈ സമയം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്ന പെൺകുട്ടികളോട് അവരുടെ ബ്യൂട്ടി സീക്രട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. സ്കിൻ നല്ലതായി തിളങ്ങാനും അവരെ പോലെ ഇങ്ങനെ സുന്ദരികളായിട്ടിരിക്കാനും ഒക്കെ എന്താണ് വഴി എന്നൊക്കെ ചോദിച്ച് അവൾ മനസ്സിലാക്കുന്നു. അവർ കുറച്ച് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോഡി ഫ്ലെക്സിബിൾ ആക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവളുടെ കാൽ പിടിച്ച് മുകളിലേക്ക് ആക്കാൻ തുടങ്ങിയപ്പോൾ അവളത് നേരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരത്രയും പ്രതീക്ഷിച്ചിരുന്നതല്ല. ദാലിക്ക് ഇതൊക്കെ വെറും സിമ്പിളാണ്. എന്തായാലും ബ്യൂട്ടി സീക്രട്സ് ഒക്കെ പഠിച്ചുകൊണ്ട് അവളും രാത്രി ചിലവിടുന്നു. ബിങ്ഷു ഈ സമയം ആ ഡീമനെ വെയിറ്റ് ചെയ്ത് ആ പെൺകുട്ടിയുടെ വീട്ടിലിരിക്കുകയാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഇതിനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ ലീഡറല്ലേ, അതുകൊണ്ട് പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റുകയുള്ളൂ. അവരെല്ലാം അവിടെ ഇവിടെ മാറി ഉറക്കം നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തെവിടെയോ ഡീമൻ വന്നിട്ടുണ്ട് എന്നുള്ള സിഗ്നൽ ബിങ്ഷുവിൻ്റെ വാൾ അവന് നൽകുന്നുണ്ട്. അങ്ങനെ അവൻ ചാടി എഴുന്നേറ്റ് ചുറ്റും ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ലൗലോ ഈ സമയം ആ പെൺകുട്ടിയുമായിട്ട് ശരിക്കും സൗഹൃദത്തിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവൾ കിടക്കാൻ വിളിച്ചപ്പോൾ മാത്രം അവൻ ചെല്ലുന്നില്ല. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും പാലിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, നീ കിടന്നോളാൻ അവൻ അവളോട് പറയുന്നു. എങ്കിൽ പിന്നെ ഒരു കഥ പറയാൻ ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കഥയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അവിടെ അടുത്ത് നിന്ന് ഒരു പുല്ല് സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ഒരു പച്ചക്കുതിര ഉണ്ടാക്കി അവൾക്ക് നൽകുന്നു. ആ കുട്ടിക്ക് അത് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ അനിയൻ അത് കൊടുക്കും എന്നൊക്കെ അവൾ പറയുന്നു. എന്നിട്ട് അതിനുള്ള പ്രത്യുപകാരമായിട്ട് ലൗലോയുടെ കവിളിലൊതും കിസ് ചെയ്തിട്ട് ഞാൻ കണ്ടുപിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളാണ് എന്ന് പറഞ്ഞ് അവൾ കിടന്നുറങ്ങുന്നുണ്ട്. ബിങ്ഷുവിന് ഡീമൻ്റെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞെങ്കിലും അവരെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നിരാശരായിട്ട് അവനും സൈനികരുമൊക്കെ തിരികെ ആ മജിസ്ട്രേറ്റിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നു. അയാൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ആയിരുന്നു. അവനെ മാത്രം ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാൾ സ്പെഷ്യൽ ട്രീറ്റൊക്കെ നൽകുന്നുണ്ട്. കൂട്ടത്തിൽ അവനോടൊരു റിക്വസ്റ്റും നടത്തുന്നു. അയാളുടെ അമ്മ അടുത്തുള്ള ഒരു വില്ലേജിൽ തനിച്ചാണ് താമസിക്കുന്നത്. അവിടെ അടുത്തിടെയായിട്ട് ഡീമൻസിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അമ്മയെ ഏതോ ഒരു ഡീമൻ പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ വാൾ ഒരു ദിവസത്തേക്ക് തനിക്കൊന്ന് കടം നൽകണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു.
ഈ സമയത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്ന ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് ഒരാളെത്തി എന്തോ ഓരോ വിവരം നൽകുന്നുണ്ട്. അതോടെ അസിസ്റ്റൻറ്റ് പാഞ്ഞു പിടിച്ച് ഈ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. അങ്ങനെ മജിസ്ട്രേറ്റ് പോയി ഡോറ് തുറക്കുന്നുണ്ട്. അസിസ്റ്റൻ്റ് അകത്തേക്ക് വന്നിട്ട് അയാൾക്ക് എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു റിക്വസ്റ്റ് നടത്താനുണ്ട് എന്ന് പറയുന്നുണ്ട്. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞോളാൻ ബിങ്ഷു പറയുന്നു. അങ്ങനെ അയാൾ ഇതിൻ്റെ ആവശ്യം പറയുന്നു. അയാളുടെ അച്ഛൻ ഇതേപോലെ ഏതോ ഒരു ഡീമൻസിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ് എന്നിപ്പോൾ വീട്ടിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അച്ഛനെ സഹായിക്കുന്നതിന് വേണ്ടി അവൻ്റെ വാൾ തനിക്കൊന്ന് കടം തരണമെന്നാണ് അസിസ്റ്റൻ്റ് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ രണ്ടുപേരും രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണെങ്കിലും പറഞ്ഞിരിക്കുന്ന ആവശ്യം ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇതിനു പിന്നിൽ എന്തോ ഉണ്ട് എന്ന് ബിങ്ഷുവിന് മനസ്സിലാവുന്നു. അതോടെ അവൻ രണ്ടുപേരെയും പിടിച്ചു നിർത്തി ശരിക്കും ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പ്ലഷർ ഹൗസിൽ വന്നിരിക്കുന്ന ഏതോ റിച്ച് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാൾ. അയാൾ ആവശ്യത്തിന് പണം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. ഒരു ദിവസത്തേക്ക് ഇത് കൊടുത്താൽ തന്നെ ഒരു ലോഡ് സ്വർണം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അവൻ അറിയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ വാളിന് ഇത്രയധികം വില നൽകുന്ന ആരാണ് എന്ന് നേരിട്ടറിയാനായിട്ട് അവൻ തന്നെ വേഷം മാറി അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയത്ത് വേറെ പലരും പല വാളുകളുമായിട്ട് ഇതാണ് ഷാവോ ആവശ്യപ്പെട്ട വാളെന്ന് പറഞ്ഞ് അവിടെ എത്തുന്നുണ്ട്. പക്ഷേ ഷാവോ അവിടെ ഉണ്ടായിരുന്ന ആ ലേഡീസിനൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയായിരുന്നു അവിടെ നിർത്തിയിരുന്നത്. അതുകൊണ്ട് അവർ പലരെയും തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ഈ ഒറിജിനൽ വാളുമായിട്ട് അങ്ങോട്ടേക്ക് വന്നത്.